സച്ചിൻ ദാസ് മാത്സ് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2-ലെ ഏത് ടോപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡം വേരിയബിൾസ്, മാത്തമാറ്റിക്കൽ എക്സ്പാൻഷൻ ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സെക്ഷനത്തെ 25 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എത്ര ക്വസ്റ്റ്യൻസാ? 25 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ, നമുക്ക് സമയം കളയാനില്ല. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Two random variables x and y are said to be independent if നമുക്ക് അതിൽ ഏതാണ് അതിൻ്റെ ആൻസർ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, ഓപ്ഷൻ സി ആണ് അല്ലേ. ഓപ്ഷൻ സി ഏതാ? ഇ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് ഇ ഓഫ് വൈ, അതാണ് അതിൻ്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് എക്സ് ആൻഡ് വൈ ആർ ടു റാൻഡം വേരിയബിൾസ് സച്ച് ദാറ്റ് their expansion exists, p of x less than or equal to y equal to 1, then ഏതാണ് അതിൻ്റെ ആൻസർ? ഓപ്ഷൻ എ ആണ്. ഇ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ഓഫ് വൈ, അതാണ് അതിൻ്റെ ആൻസർ. ക്ലിയർ അല്ലേ? ഓപ്ഷൻസ് എല്ലാം വായിക്കണില്ല, നമുക്ക് ആൻസർ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ഓപ്ഷൻസ് അതിലുണ്ട്, ജസ്റ്റ് നോക്കൂ, റീഡ് ചെയ്യൂ, മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വയം നോക്കുക, അതിന് ആൻസർ എന്താണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ആൻസർ എന്ത് ചെയ്താൽ മതി? അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. If x and y are two independent variables, and their expected values are x bar and y bar respectively, then ഏതാ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. ഇ ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. If x is a random variable with its mean x bar, the expansion e of x minus x bar all square represents ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ വിത്ത് ഇറ്റ്സ് മീൻസ് എക്സ് ബാർ, ദി എക്സ്പ്രഷൻ ഇ ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ റെപ്രസെൻറ്റ്സ്, ഏതാണ് അതിൻ്റെ ആൻസർ? നാലാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ. നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? കിട്ടിയില്ലേ? ബോത്ത് എ ആൻഡ് ബി. എ ഏതാ? ദ വേരിയബിൾ ഓഫ് എക്സ്. ബി ഏതാ? സെക്കൻഡ് സെൻട്രൽ മൊമെൻ്റ് അല്ലേ, സെക്കൻഡ് സെൻട്രൽ മൊമെൻ്റ്. അത് രണ്ടും ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് ആൻഡ് വൈ ആർ ടു റാൻഡം വേരിയബിൾസ്, ദെൻ അതിൻ്റെ ആൻസർ നമുക്ക് എത്ര? 4 ഓപ്ഷൻ തന്നെയാണ് ഇതിലും തന്നിരിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇ ഓഫ് എക്സ് വൈ ഓൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ ഇ ഓഫ് വൈ സ്ക്വയർ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ. ആറാമത്തെ ക്വസ്റ്റ്യനിക്ക് പോവാം. ദി ഔട്ട്കം ഓഫ് ടോസിങ് എ കോയിൻ 3 times are variable of the types. ഒന്നുകൂടി വായിക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ. ദ ഔട്ട്കം ഓഫ് ടോസിങ് എ കോയിൻ 3 times are a variable of the type. അതിൻ്റെ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ. എന്താ? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദി ഹൈറ്റ് ഓഫ് പേഴ്സൺസ് ഇൻ എ കൺട്രി is a random variable of type. The height of persons in a country is a random variable of type. ഓപ്ഷൻസ് ഉണ്ട്, 4 ഓപ്ഷൻ തന്നെയാണ് ഇതിലും തന്നിരിക്കുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ആർ വി എന്ന് പറയുന്നത് എന്താണ്? റാൻഡം വേരിയബിൾ ആണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. അടുത്തത് നമുക്ക് പോകാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. If x and y are two random variables with the means x bar and y bar respectively, then the expression e of x minus x bar y minus y bar is called option A variable of x, option B variable of y, option C covariance x y. ഞാൻ ഓപ്ഷൻസ് വായിക്കണ്ടല്ലോ, ശരിയാ? ഓപ്ഷൻ വായിക്കുന്നില്ല. ഓപ്ഷൻ സി ആണ് കേട്ടോ അതിൻ്റെ ആൻസർ. ഓപ്ഷൻ സി കോവേരിയൻസ് ഓഫ് എക്സ് കോമ വൈ. ഓക്കെ.
ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ലേ, ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ എ ആയിരുന്നു, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഞാൻ പറഞ്ഞതാണ് RV. ഓക്കെ. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ, എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ, e raised to tx is known as e raised to tx. e raised to tx is known as ഓപ്ഷൻ ഏതായിരിക്കും നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ ബി ആണ്, മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. നമുക്കറിയുന്ന കാര്യമാണ്. 10th ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഈസ് റാൻഡം വേരിയബിൾ, എക്സ് എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ ആണ്, ദെൻ ദ e of t raised to x is known as 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, പ്രോബബിലിറ്റി ജനറേറ്റിംഗ് ഫംഗ്ഷൻ. ഇനി 11th ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ, വിത്ത് മീൻ mu, the e of x minus mu raised to r is called e of x minus mu raised to r is called എന്തായിരിക്കും? 11th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, ആർത്ത് സെൻട്രൽ മൊമെൻറ്റ്. എന്താണ് ആർത്ത് സെൻട്രൽ മൊമെൻറ്റ്? 12ാമത്തെ ക്വസ്റ്റ്യൻ, 12th ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ, e of e raised to itx is known as 12ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് x1 x2 etc xm be a sequence of mutually independent random variables where xi can take only positive integer value and sum equal to summation I equal to 1 to m xi into m less than into അല്ല ബ്രാക്കറ്റിലാണ് xi, ഒന്നുകൂടി പറയാം, sm equal to summation I equal to 1 to m xi m less than or equal to n, comma sm equal to summation I equal to 1 to m xi, comma expectation e of x is equal to mu greater than 0, then അതിൻ്റെ ആൻസർ 13 അല്ലേ? 13ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, e of sm by sn equal to m by n. ഓക്കെ, ആദ്യം sm ഉം രണ്ടാമത്തെ sn ഉം ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, 14th ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ വിച്ച് ക്യാൻ ടേക്ക് ഓൺലി നോൺ നെഗറ്റീവ് വാല്യൂസ്, ദെൻ ഫസ്റ്റ് ഇതിൻ്റെ ആൻസർ ഒന്നുകൂടി വായിക്കാം. 14th ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ വിച്ച് ക്യാൻ ടേക്ക് ഓൺലി നോൺ നെഗറ്റീവ് വാല്യൂസ്, ദെൻ അതിൻ്റെ ആൻസർ 14th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, e raised to x square less than or equal to e raised to x all square. അടുത്ത ക്വസ്റ്റ്യൻ 15th ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ ഹാവിങ് it is PDF f of x, the e of x is called 15th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ അരിത്മെറ്റിക് മീൻ ട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ 16th ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ ആൻഡ് എഫ് ഓഫ് എക്സ് ഈസ് PDF, e of 1 by x is used to find 16th question answer option B, harmonic mean. Okay, അടുത്ത question 17th question, if x is a random variable and it's a PDF f of x comma e of log x represents option B ആണ് അതിൻ്റെ ആൻസർ geometric mean ഇട്ടാ, ഓപ്ഷൻ B geometric mean. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ആൻഡ് വൈ ആർ ടു റാൻഡം വേരിയബിൾസ്, ദി കോവേരിയൻസ് ബിറ്റ്വീൻ ദി വേരിയബിൾസ് എ എക്സ് പ്ലസ് ബി ആൻഡ് സി വൈ പ്ലസ് ഡി ഇൻ ദ ടേംസ് ഓഫ് കോവേരിയൻസ് ഓഫ് എക്സ് കോമ വൈ ഈസ്, ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻസ് മൊത്തം വായിച്ചു നോക്കുക. അതിൻ്റെ ആൻസർ
ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഡി ഏതാ? കോവേരിയൻസ് ഓഫ് ax plus b comma cy plus d is equal to ac covariance of x comma y. അടുത്തത് 19th question നോക്കാം. if x comma y and z are three random variables, then if x comma y and z are three random variables, then covariance അതിൻ്റെ ഓപ്ഷൻ നോക്കൂ. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ തന്നെയാണ്. കോവേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വൈ കോമ സെഡ് ഈസ് ഈക്വൽ ടു കോവ് എന്ന് മാത്രമേ പറയുള്ളൂ കേട്ടോ. നിങ്ങൾ ബാക്കി കൂട്ടിച്ചേർക്കുക. കോ ഓഫ് എക്സ് കോമ വൈ പ്ലസ് കോ ഓഫ് വൈ കോമ സെഡ്. അതാണ് ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. അത്രയേ ഉള്ളൂ. 20th question 20. If x is a random variable and r is an integer, then e of x raised to r is represents അത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓപ്ഷൻ ഏതായിരിക്കും അതിൻ്റെ ആൻസർ? ഓപ്ഷൻ സി ആണ് കേട്ടോ. 20th question ഓപ്ഷൻ സി, ആർത്ത് റോ മൊമെൻറ്റ്സ്. 21st question for Bernoulli's distribution with the probability p of success and q of failure, the relation between mean and variance then hold is ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസിൽ ഏതാണ് 21th questionൻ്റെ ആൻസർ? ഓപ്ഷൻ ബി ആണ്. മീൻ ഗ്രേറ്റർ ദാൻ വേരിയൻസ്. ഓക്കെ. 22nd question the outcome of an experiment classified as a success or a bar failure will follow as a Bernoulli distribution if option D f p of a, option D p of a remains constant in all trials. ഇനി അടുത്തത് 23th question. 23, 24, 25 പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് ഞാൻ സോൾവ് ചെയ്യുന്നത് സൊല്യൂഷൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് ഇടാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ആൻസർ മാത്രം പറഞ്ഞു പോട്ടെ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ പറഞ്ഞുതരാം. അതിനുശേഷം ഇതെങ്ങനെ കിട്ടി എന്നുള്ളത് ലാസ്റ്റ് പറയുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആർ 8 and 4 റെസ്പെക്റ്റീവ്ലി. ദെൻ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ഈസ് ഈക്വൽ ടു ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. ഓപ്ഷൻ എ ആണ്. അതെങ്ങനെ കിട്ടിയെന്നുള്ള ലാസ്റ്റ് ഞാൻ പറയാം. അടുത്ത ഓപ്ഷൻ എ 1/2^12. അതാണ് അതിൻ്റെ ആൻസർ. 12 അത് ക്ലിയർ അല്ലേ? 24th question. ഇഫ് ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ബി ഓഫ് എൻ കോമ പി n equal to 4 and also p of x equal to 2 is equal to 3p of x equal to 3. The value of p is option C 1/3 ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ഫോർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ b of n comma p the mean is equal to 4, variance equal to 4/3, the probability p of x greater than or equal to 5 is equal to ഓപ്ഷൻ ഡി ആണ്. 4 into 2/3 whole power 6. ഇനി ഇതൊക്കെ എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാവേ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ പ്രോബ്ലം ഇപ്പോൾ തൽക്കാലം ആൻസർ ഞാൻ പറയാം, ഇതിനെങ്ങനെ വന്നു എന്നുള്ളത് ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കാം. മീനും വേരിയൻസും തന്നിട്ടുണ്ട്. ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലാണ്. അത് 8 ഉം 4 ആണ്. മീൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? മീൻ ഈക്വൽ ടു 8 ഉം അതുപോലെ വേരിയൻസ് എന്ന് പറയുന്നത് എത്രയാ? 4 ആണ്. മീൻ നമുക്ക് NP എന്ന് എഴുതാം അല്ലേ? NP ഈക്വൽ ടു 8 എന്നും NPQ ഈക്വൽ ടു 4 എന്നും നമുക്ക് എഴുതാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ക്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ക്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? NPQ ബൈ NP ചെയ്താൽ മതി. വേരിയൻസിനെ മീനോണ്ട് എന്ത് ചെയ്യുക? വേരിയൻസിനെ മീനോണ്ട് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്യൂ കിട്ടും. അപ്പോൾ അതൊരു ഇക്വേഷൻ ആക്കി ഞാൻ. അത്രയേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ക്യൂ ഈക്വൽ ടു എന്ത് ചെയ്യുക, എൻ പി ക്യൂ നമുക്ക് എത്ര കിട്ടിയത് 4 ആണ്. ഇനി മീൻ എത്ര കിട്ടിയത്, എൻ പി എത്ര കിട്ടിയത് 8 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ക്യൂ കിട്ടി. ഇനി നമുക്കറിയാം ഒരു ഇക്വേഷൻ ഏത്, പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ പി കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും 1 മൈനസ് ക്യൂ ആണ്. പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 നമുക്ക് അറിയുന്ന ഇക്വേഷനാണ്. അപ്പോൾ പി ഈക്വൽ ടു എന്തെന്ന് എഴുതാം, 1 മൈനസ് ക്യൂ എന്ന് എഴുതാം. എഴുതിക്കൂടെ? അപ്പോൾ പി ഈക്വൽ ടു 1 മൈനസ് ക്യൂ എത്ര കിട്ടി നമുക്ക് 1/2. അപ്പോൾ പിയും നമുക്ക് എന്ത് തന്നെ കിട്ടും 1/2 തന്നെ കിട്ടും. ഇനി നമുക്ക് കിട്ടേണ്ടത് എൻ ആണ്. എൻ കണ്ടുപിടിക്കാൻ എൻ പിയുടെ ഇക്വേഷനിൽ തന്നെ കൊടുക്കാം. എൻ പി ഈക്വൽ ടു 8 ആണ്. പി നമുക്ക് അറിയാം 1/2 ആണ്. അപ്പോൾ എൻ ഇൻറ്റു 1/2 എൻ ഇൻറ്റു 1/2 ഈക്വൽ ടു 8 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ എൻ ഈക്വൽ ടു എന്തെന്ന് എഴുതാം, 2നെ പ്രതികൃത്ത 8 × 2 എൻ ഈക്വൽ ടു 16. എൻ എത്രയാണ് 16 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്വസ്റ്റ്യനിൽ ആദ്യം നമുക്ക് ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ മീനും വേരിയൻസും ഒക്കെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ക്യൂ കണ്ടുപിടിക്കണം. അതിനുശേഷം പി പ്ലസ് ക്യൂയിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് പി കിട്ടും. ഓക്കെ, പി തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്താണോ തരുന്നതിനനുസരിച്ച് ഞാൻ ഈ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി പി കിട്ടിയാൽ നമുക്ക് എൻ കണ്ടുപിടിക്കാം. എൻ പി വെച്ചിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ പി ഈക്വൽ ടു 8 ആണെങ്കിൽ എന്നിൽ ഇതിൽ പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എൻ കിട്ടില്ലേ. അങ്ങനെ ചെയ്തു, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എളുപ്പമായിട്ട് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ചെയ്താൽ പി ഓഫ് എക്സ് ഈക്വൽ ടു ആർ ഈക്വൽ ടു എൻ സി ആർ പി റേസ് ടു ആർ ക്യൂ റേസ് ടു എൻ മൈനസ് ആർ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു ആർ എത്രയാണ് 1 അല്ലേ. അപ്പോൾ എൻ എത്രയാണ് നമുക്ക് കിട്ടിയത് 16. എൻ എത്രയാണ് 16 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 16 കൊടുക്കുക. സി ആർ എത്രയാണ് 1 ആണ് അല്ലേ, 1 ആണ്. ഓക്കെ, ഇനി പി എത്രയാണ് അതൊന്നും വേണ്ട, നമുക്ക് സോൾവ് ചെയ്തതിന് ശേഷം പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ തൽക്കാലം ആറിൻ്റെയും എന്നിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കാം. 6 1 ക്യൂ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. 16 മൈനസ് 1 ഈക്വൽ ടു ഇതിൻ്റെ ആൻസർ നമുക്കറിയാം എൻ സി 1 എന്ന് പറഞ്ഞാൽ എൻ ആണ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് 16 എഴുതി കൂടെ, 16 തന്നെ എഴുതിയാൽ മതി. ഇവിടെ പി എത്രയാണ്, പി നമുക്കറിയാം 1/2 ആണ്. ക്യൂവും 1/2 ആണ്. ക്യൂവും നമുക്കറിയാം, പിയും 1/2 ആണെന്നറിയാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ക്യൂവിൻ്റെ പ്ലേസിൽ 1/2 തന്നെ കൊടുത്തുകൂടെ. അത് എത്രയാണ് 15 അല്ലേ. 16 മൈനസ് 1 15 ആണ്. ഇനി 16/2 1 റേസ് ടു 15 1 ആണ്. ഒരാളെ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്, 2 ആണ്. 2നെ മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ 16 വരും. ഓക്കെ, ശരിയായി, 16 തന്നെ അല്ലേ. ഇനി നമുക്ക് 2 റേസ് ടു ഈ ടേമിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം, 2/4/2 4 × 2/12 എന്ന് എഴുതി കൂടെ. ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നവർ പെട്ടെന്ന് എഴുതാം. 1/2/12 നമുക്കൊന്ന് പെട്ടെന്ന് എഴുതാൻ സാധിക്കും. അടുത്ത ദിവസം എനിക്കിപ്പോൾ ബുദ്ധിപരമായി ചിന്തിക്കണം. ഇഫ് ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ബി ഓഫ് എൻ പി എൻ ഈക്വൽ ടു 4 പി ഓഫ് എക്സ് ഈക്വൽ ടു 2 ഈക്വൽ ടു 3 പി ഓഫ് എക്സ് ഈക്വൽ ടു 3 ദ വാല്യൂ ഓഫ് പി ഈസ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് ഒന്നും ഞാൻ ജസ്റ്റ് ഒന്നും റീഡ് ചെയ്യുന്ന പോലുമില്ല. നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ഇതാണ്, എന്താണ് അതിൻ്റെ പിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ക്യൂവിന് എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. പി ഓഫ് എക്സ് ഈക്വൽ ടു ആറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ സി ആർ പി റേസ് ടു ആർ ക്യൂ റേസ് ടു എൻ മൈനസ് ആറാണ്. നമുക്ക് ഈ പി മാത്രമേ വേണ്ടൂ, ക്യൂ വേണ്ട. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ ക്യൂവിൻ്റെ പ്ലേസ് ക്യൂവിനെ നമുക്ക് എന്ത് ചെയ്താൽ 1 മൈനസ് പി എന്ന് എഴുതാം. അപ്പോൾ ക്യൂ പോയില്ലേ. അത് നമുക്ക് ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് എഴുതണം. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ക്യൂവിൻ്റെ പ്ലേസിൽ 1 മൈനസ് പി എന്ന് ഇട്ട് കൊടുത്താൽ മതി. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പി ഈ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 2 ഈക്വൽ ടു 6 എന്ന് പറയുന്നത് 2 ആയിട്ട് കിട്ടി. അപ്പോൾ എൻ എത്രയാണ്, എൻ നമ്മൾ കണ്ടുപിടിച്ചോ. എൻ എത്രയാണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് അല്ലേ, 4 ആണ്. അപ്പോൾ 4C 2 പി റേസ് ടു ആർ എത്രയാണ് 2 റേസ് ടു പി റേസ് ടു 2 എന്ന് എഴുതാം. ഇനി ക്യൂവിൻ്റെ പ്ലേസിൽ 1 മൈനസ് പി റേസ് ടു 4 മൈനസ് 2. നമുക്കിതിനെ ഒന്നുകൂടി മാറ്റി എഴുതാം. അപ്പോൾ 4C2 എന്ന് പറഞ്ഞാൽ എന്താ
4c2 എന്താ സോൾവ് ചെയ്ത് നോക്കിയേ 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 മൈനസ് 2 ഫാക്ടോറിയൽ നമുക്ക് അറിയുന്ന കാര്യമാണ് ഇക്വേഷൻ. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ 4 ഫാക്ടോറിയലിനെ നമുക്ക് ഇതുപോലെ എഴുതിക്കൂടാ. 2 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്യുക. 2 ഇതിലുണ്ട്, ഇതിലും 2 ഉണ്ട്, ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഇവിടെ 2 വരും. ലാസ്റ്റ് ആൻസർ 6. നിങ്ങൾക്കതിൽ 6 കിട്ടിയോ? കിട്ടും. സോൾവ് ചെയ്ത് നോക്കൂ, 6 കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടി? 6 p സ്ക്വയർ 1 മൈനസ് p റേസ് ടു 2 എന്ന് കിട്ടി. പെട്ടെന്ന് സോൾവ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തത് x ഈക്വൽ ടു 3 ആണ്. നിങ്ങൾക്കത് കാണിച്ചു തരുമ്പോഴാണ് കുറച്ച് സ്ലോ ആക്കുവാണ്. ഇതിൽ 3 ആണ്. അപ്പോൾ ഇതിൽ 3 ആണ്. n എത്രയാണ്? n 4 തന്നെയാണ് അല്ലേ, മാറ്റമില്ലല്ലോ. 3a p റേസ് ടു 3a, ക്യൂവിൻ്റെ പ്ലേസിൽ 1 മൈനസ് p എന്ന് എഴുതും, 4 മൈനസ് 3. ഓക്കെ, ശരിയല്ലേ? ഇനി അടുത്തത്, അപ്പോൾ നമുക്കിവിടെ 4c3 ചെയ്യുക. 4 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ, 4 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 1 ഫാക്ടോറിയൽ അല്ലേ. ഇനി ഇതിൽ 3 ഫാക്ടോറിയൽ എന്ന് എഴുതാമല്ലോ. 3 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ 4p ക്യൂബ് 1 മൈനസ് p, ഇവിടെ 1. ഇനി നമ്മൾ ഇക്വേഷനിൽ കൊടുക്കാം. അപ്പോൾ p ഓഫ് x ഈക്വൽ ടു 2 നമുക്ക് എന്ത് കിട്ടി? ഈ ടേം കിട്ടി. അപ്പോൾ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ 6p സ്ക്വയർ 1 മൈനസ് p ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇനി അടുത്തത് ഇക്വേഷനിൽ 3 ഇൻറ്റു p ഓഫ് x ഈക്വൽ ടു 3. p ഇൻറ്റു ഇതിൽ നമുക്ക് ആൻസർ കിട്ടിയത് 4p ഇൻറ്റു ആണ്, p ക്യൂബ് 1 മൈനസ് p എന്നാണ് കിട്ടിയത്. ഇത് രണ്ട് സോൾവ് ചെയ്താൽ 12, ഇവിടെ 12 ആവും. ഇനി നമുക്കിവിടെ പറ്റുന്നത് ഈ ടൈമിന് പ്രതി എടുക്കാം, ഈ p ഉള്ളതിന് പ്രതി എടുക്കാം, ഈ 6നെയും ഇപ്പുറത്തേക്ക് എടുക്കാം. ഒക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം 6നെ പ്രതി എടുക്കാം. ഈ ടൈം അവിടെ ഉണ്ടെന്ന് വിചാരിക്കൂ. ഈ റൈറ്റ് സൈഡ് ഞാൻ മൈൻഡ് ചെയ്യണില്ല തൽക്കാലം, അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഞാൻ 6നെ പ്രതി എടുക്കുന്നു. അപ്പോൾ ഇവിടെ 12 ബൈ 6. ഇനി അടുത്ത ഞാൻ എടുക്കുന്നത് p സ്ക്വയറിനെയാണ്. p സ്ക്വയറിന് ഞാൻ പ്രതി എടുക്കുന്നു. അപ്പോൾ p ക്യൂബ് ബൈ p സ്ക്വയർ. ഈ 1 മൈനസ് pനെ ഇവിടെ 1 മൈനസ് p ഹോൾ സ്ക്വയർ ഉണ്ട്, ഈ ടേമിന് പ്രതി എടുക്കുന്നു. 1 മൈനസ് p നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ എത്തിക്കേ വേണ്ടൂ. രണ്ട് ക്യാൻസൽ ചെയ്യുക. നമുക്കിവിടെ 1 മൈനസ് p വരും. ഇത് രണ്ടും സോൾവ് ചെയ്താൽ 2 കിട്ടും. ഇത് രണ്ടും സോൾവ് ചെയ്താൽ p കിട്ടും. അപ്പോൾ നമുക്ക് 1 മൈനസ് p ഈക്വൽ ടു 2p എന്ന് കിട്ടുന്നുണ്ടാവും അല്ലേ, കിട്ടും. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് അങ്ങനെ കിട്ടും. ഇനി ഇതിൽ നിന്ന് pനെ പ്രതി എടുക്കുക. അപ്പോൾ 1 മൈനസ് 1 ഈക്വൽ ടു 1 മൈനസ് അല്ല, 1 മൈനസ് p പ്രതി വന്നാൽ 2p പ്ലസ് p ആവും. അപ്പോൾ 1 ഈക്വൽ ടു 3p, 3p ഈക്വൽ ടു 1, p ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 1/3. ഇത് ഭയങ്കര ഈസി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് പോവാം, പെട്ടെന്ന് പോവാം. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ bn, p, the mean equal to 4 വേരിയൻസ് 4/3. അതുപോലെ പ്രോബിലിറ്റി p ഓഫ് x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5 ഇഫ് ഈക്വൽ ടു, ഇത് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 5-5 കൂടുതൽ. ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മീനും കിട്ടിയിട്ടുണ്ട്, വേരിയൻസ് കണ്ടുകിട്ടിയിട്ടുണ്ട്, p കണ്ടുപിടിക്കണം, q കണ്ടുപിടിക്കണം, n കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മുടെ ഇക്വേഷൻ എന്താ? np ഈക്വൽ ടു 4 എന്നും npq ഈക്വൽ ടു 4/3 എന്നും കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് q കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ npq ബൈ np ആണ് അല്ലേ. അപ്പോൾ q കിട്ടും. npq നമ്മൾ നേരത്തെ ചെയ്തത് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയണില്ല. ഈ np ക്യാൻസൽ ചെയ്തിട്ട് q കിട്ടിയത് അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ npq എന്ന് പറഞ്ഞാൽ 4/3. np എന്താ? np 4 ആണ്. രണ്ടും ക്യാൻസൽ ചെയ്താൽ നമുക്ക് 1/3 എന്ന് ആൻസർ കിട്ടും അല്ലേ. 1/3 എന്ന് കിട്ടില്ലേ? അപ്പോൾ q കിട്ടി. ഇനി അടുത്തത് നമുക്ക് കിട്ടേണ്ടത് p ആണേ. അപ്പോൾ p പ്ലസ് ക്യൂവിൽ കൊടുക്കുക 1. അപ്പോൾ p അല്ലേ കിട്ടേണ്ടത്. അപ്പോൾ 1 മൈനസ് q. ഇനി q എന്താണെന്ന് അറിയാം, 1 മൈനസ് 1/3. ഇത് സോൾവ് ചെയ്താൽ 1 മൈനസ് 1/3 സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക 2/3 എന്നാണ്. 3 മൈനസ് 1 2 ആണ്. അപ്പോൾ 2/3 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ
പിയും ക്യൂവും കിട്ടി. ഇനി എൻ പി ഈക്വൽ ടു 4 ആണ്, അറിയുന്ന കാര്യമാണ്. അപ്പോൾ n കിട്ടാൻ വേണ്ടിയിട്ട് പിയുടെ പ്ലേസിൽ 2/3 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു 4. ഇനി n ഈക്വൽ ടു എന്തെന്ന് എഴുതാം, 4 × 3/2. 2 ക്യാൻസൽ ചെയ്യുക, അപ്പോൾ 2 ഈക്വൽ ടു 6. n എത്ര കിട്ടി, 6 കിട്ടിയെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് ചെയ്ത് നോക്കണം, സ്പീഡിലാക്കുക. ഒന്ന് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്ലോവിൽ നോർമൽ മാറ്റിയിട്ട് സ്ലോ ആക്കിയിട്ട് കണ്ടാൽ മതി. 1 പോയിൻറ്റ് അല്ല, സ്ലോ ആക്കിയാൽ മതി, നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ, സ്പീഡ് സ്ലോ ആക്കിയാൽ. നമ്മുടെ കാര്യത്തിലേക്ക് വരാം. n കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5 ആണ്. n എന്ന് പറഞ്ഞാൽ 6 ആണ്, നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടി വരിക, എക്സ് ഈക്വൽ ടു 5 നിന്ന് തുടങ്ങി ഏത് വരെ, n ഈക്വൽ ടു 6 വരെ. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 6 വരെ എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ഇനി നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുക, അത്ര മാത്രമേ വേണ്ടൂ. ഇക്വേഷൻ ഇക്വേഷൻ എന്താ വീണ്ടും എഴുതണോ, എക്സ് ഈക്വൽ ടു എഴുതാം 6 NCR P⁻6 Q⁻n−6 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ 5 ആണ് ആദ്യത്തെ. അപ്പോൾ 6 C5 P⁻5 Q⁻6−5 പ്ലസ് 6 C6 P⁻6 Q⁻6−6 ഈക്വൽ ടു, ഇതിന് നമുക്ക് എന്തെന്ന് എഴുതാം, ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാം. ഇതിൻ്റെ ആൻസർ 6 ആണ്. P⁻5 Q⁻1 അല്ലേ, പ്ലസ് P⁻, ഈ ടേം ഇത് 1 എന്ന് വരും. ഈ ടേം Q⁻0 ആയ കാരണം 1 ആണ്, Q⁻0 1 ആണ്. അപ്പോൾ ഈ ടേമും പോവും, ഈ ടേം 1 എന്ന് കിട്ടും. ആകെ P⁻6 മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇനി 6 × P എന്താണെന്ന് നമുക്ക് അറിയാം, 2⁻1/3 ആണ്. എന്താണ് 2⁻3 ആണ്, 2⁻1/3 അല്ല, 2⁻3 ആണ്. അപ്പോൾ നമ്മളത് കൊടുക്കണം. Q എന്താണെന്ന് നമുക്കറിയാം, 1/3 അല്ലേ, പ്ലസ് P എന്താ നമുക്ക് അറിയാം, 2⁻3 പവർ 6 ഈക്വൽ ടു 6 2/3. ഇതിൻ്റെ പവേഴ്സൊക്കെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതുന്നുണ്ട്. ഇവിടെ 1/3 ആണ്, അതിൻ്റെ പവറും 1 ആണ്, പ്ലസ് 2/3 പവർ ഞാൻ ഇറക്കിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഈ ടേമിനെ നമുക്ക് 6നെ നമുക്ക് 2 × 3 എന്ന് എഴുതിക്കൂടെ. അപ്പോൾ ഈ 2നെ ഞാൻ ബാലൻസ് ചെയ്തിട്ട് ഇപ്പുറത്ത് എടുക്കുന്നുണ്ട്. ഓക്കെ, കുഴപ്പമുണ്ടോ, ഇല്ല. അപ്പോൾ ഇവിടെ എന്ത് വരും, 2നെ ഞാൻ ബാലൻസ് ചെയ്തു. അപ്പോൾ 3 × 2⁵ 2⁵6/3⁵3 ഇത് രണ്ടും ഞാൻ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3�6 കിട്ടും. ഇതോട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഓപ്ഷൻസിൽ ഇതായിരിക്കും വരിക, അതുകൊണ്ടാണ്. ഇതും സെയിം ആക്കാൻ പറ്റില്ലേ, അതും അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് കോമൺ ആയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ ഇത് രണ്ടും സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 2⁵6/3⁵6. ഇതിന് നമുക്ക് 4 2⁵2/3 ഓൾ പവർ 6 എന്ന് എഴുതാം. ഇതാണ് അതിൻ്റെ ആൻസർ, എത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് സ്പീഡിൽ സോൾവ് ചെയ്യാൻ നോക്കുക. സ്പീഡിൽ സോൾവ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയില്ലേ, സാരില്ല. അപ്പോൾ ആഴ്ചയിൽ 1-2 ഒക്കെ നമുക്ക് ഇടാൻ നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. അപ്പോൾ അതുവരേക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്കൊരു മാസമുള്ളൂ, ഒരു മാസം കൊണ്ട് നമുക്ക് വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.